ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. يرفع الذين آمنوا منكم والذين أوتوا العلم درجات. درست العلم وسرت به كتبا ونلت العلم من مولى الموالي. ഏറ്റവും ആദരവ് നിറഞ്ഞ ഉസ്താദന്മാരെ, മറ്റു നാട്ടുകാരെ, വളരെ മഹത്തായ ഒരു സംരംഭമാണ് SSFിൻ്റെയും SOSൻ്റെയും മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലായി നാട്ടുകാരായ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഈ കൽമഞ്ച പള്ളിൻ്റെ വട്ടാരത്തിൽ നടക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്, നാം ഏവരും സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, എല്ലാവർക്കും മാതൃകമായ ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് നമ്മുടെ ഈ നാട്ടിലേക്ക് വരിക എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ഉറുദി വാല് ഉപദേശം കേൾക്കാനും അതിനെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാനും അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നടക്കുന്ന വാല് കാര്യം മാസത്തോളം ഈ പള്ളിയിൽ നടത്താറുള്ള ഖുതുബിയ്യത്തിന്റെ വാർഷികം എന്ന നിലക്കായിരിക്കുന്നു. ഖുതുബിയ്യത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. മഹാനായ ഗൗസുൽ ആലമിന്റെ പേര് പറഞ്ഞ് ബർക്കത്തിന് വേണ്ടി തവസ്സുലായി ദ്വാരക്കുന്ന ഒരു മജ്ലിസാണ് ഖുതുബിയ്യത്ത്. സാധാരണ ബദരീങ്ങളെ പേര് ദിവസവും ഓതുന്നവരുണ്ട് ബർക്കത്ത് കരസ്ഥമാക്കാൻ വേണ്ടി. ആഴ്ചയിലെങ്കിലും ഓതുന്നവരുണ്ട്, അല്ലെങ്കിൽ കൊല്ലത്തിൽ അവരെ വീട്ടിലെങ്കിൽ ബദ്ർ മൗലൂദ് ഓദിച്ച് അവരെ ബർക്കത്തിന് വേണ്ടി ആ 300 ചില്ലാനം പേര് പറയിപ്പിക്കാറുണ്ട്. അതിലെല്ലാം നമുക്ക് പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിച്ചാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായവരാണ് സ്വഹാബികൾ. ആ സ്വഹാബികളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനവും ആദരവും ഉള്ള ആളാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അവർ കുത്തുബുകളാണ്, അവർ വലിയ മുജ്തഹിദ് ആണ്, വലിയ പണ്ഡിതനാണ്, എല്ലാം. സ്വഹാബികളെ കഴിഞ്ഞാൽ പിന്നെ ഔലിയാക്കന്മാരായ നേതാക്കന്മാരിൽ പെട്ട വലിയ മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ താബീകളെ കൂട്ടത്തിൽപ്പെട്ട ഉവൈസുൽ ഖർനി നബി അംഗീകരിച്ച വലിയ മഹാനാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെക്കാണെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെക്കാണെങ്കിലും ഉവൈസുൽ ഖർനിയാണെങ്കിലും ആ മഹാന്മാരെല്ലാം അവർ അത്ഭുതകരമായ ദീനിനെ
അവരെ കറാമത്തുകൾ കൊണ്ടിട്ടും അവരെ പ്രവർത്തനം കൊണ്ടിട്ടും അവരെ സ്വഭാവം കൊണ്ടിട്ടും നമുക്കെല്ലാം അവർ പഠിപ്പിച്ച് ലോക മീഡിയ അവരെ കാരണമായി എത്തിച്ചു തന്നു. അങ്ങനെയുള്ള പിൻഗാമികൾ വന്ന പ്രഗത്ഭനായ നേതാവും ആലിമും വലിയും കുതുബുൽ അഖ്താബുമാണ് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു. വലിയ മഹാൻ. മൂപ്പരെ കറാമത്ത് കൊണ്ട് തന്നെ കറാമത്തുകൾ കിതാബിൽ മഹാനവറുകളുടെ കറാമത്ത് പോലെ വേറെ ആരുടെ കറാമത്ത് എഴുതപ്പെട്ടിട്ടില്ല. കറാമത്ത് ഇല്ല എന്നല്ല, മൂപ്പർ മുരീദന്മാർ അത്ഭുതമായി കാണിച്ചു തന്ന സർവ്വ കറാമത്തുകളെയും എഴുതി കിതാബിൽ വെച്ചിട്ടുണ്ട്. അത് ഇന്നും എല്ലാവരും അവരെ കിതാബ് നോക്കി മനസ്സിലാക്കുന്നതാണ്. വലിയ പണ്ഡിതനാണ്. മഹാനവർ ഒരിക്കൽ നാട്ടിൽ വലിയൊരു സദസ് വാലിന്റെ മജ്‌ലിസ് ഉണ്ടാക്കി. ആയിരക്കണക്കിൽ ആൾക്കാരാണ് മജ്‌ലിസിലേക്ക് വരുന്നത് ഇൽമു പഠിക്കാൻ വേണ്ടി. 50 കൊല്ലമാണ് മഹാനവറുകൾ ഇൽമു പഠിച്ചത്. ഞങ്ങളെ പഠിക്കുന്ന എത്രയാണ്? 8 കൊല്ലം, 10 കൊല്ലം, 12 കൊല്ലം ദർസിൽ പോയാൽ പാസ്സായി വന്ന് ഖത്തീബ് മുദരിസിന്റെ പേരും കിട്ടി. മഹാനവറുകൾ 90 കൊല്ലം ജീവിച്ച മഹാനാണ്. അതോടൊപ്പം 50 കൊല്ലമാണ് ഇൽമു പഠിച്ചത്. അതിൽ 18 കൊല്ലവും നാട്ടിലും ചുറ്റുവശത്തുമായിട്ടും പിന്നെ മറ്റുള്ള കൊല്ലങ്ങൾ ബഗ്ദാദിൽ പോയിട്ടാണ് ഇൽമു പഠിച്ചത്. ആ ഇൽമു പഠിച്ചിട്ട് വലിയ പ്രശസ്തി നേടിയപ്പോൾ എല്ലാവർക്കും ഇൽമു പഠിപ്പിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലുള്ള ആലിമീങ്ങൾ ഒരിക്കൽ ഒരുമിച്ച് കൂടി. ഒരു 100ഓളം ആലിമീങ്ങൾ കൂടി ഒരു സദസ്സിലേക്ക് പോയി. വാലിന്റെ സദസ്സിലേക്ക് മൂപ്പരെ. എന്താണ് ഒരു ഉദ്ദേശം? 100 ആൾക്ക് 100 ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 100 മസ്അല, ഓരോരുത്തരും ഓരോ മസ്അല കേൾക്കലാണ് ഉദ്ദേശം. എന്നിട്ട് മൂപ്പരെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി. അത്ര വലിയ ആലിമാണോ അയാൾ? ഞങ്ങളും തരക്കേടില്ലല്ലേ? ഈൾക്കെന്ത് ഇത്ര വലിയ പവർ, ഈൾക്കെന്ത് ഇത്ര സ്ഥാനം, ഈളെ വാതിൽ ഇത്ര ആളുകൾ കൂടുന്നോ? ഞങ്ങളും അതുപോലത്തെ പണ്ഡിതന്മാരല്ലേ? ഒന്ന് നോക്കണം, ഒന്ന് പരിശോധിക്കണം എന്ന് മനസ്സിലാക്കി 100ഓളം പണ്ഡിതന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം നടത്തപ്പെടുന്ന ആ വഅദിന്റെ മജ്‌ലിസിലേക്ക് പോയി. എതിർഭാഗത്തിരുന്നു. മൊയ്ൻ സേഖ് റളിയല്ലാഹു അൻഹു മജ്‌ലിസിലേക്ക് വന്നിട്ട് ഒന്ന് അവരെല്ലാം ഓരോരുത്തരും 100 ആൾ 100 മസല കേൾക്കാനാണ്. ജവാബ് പറയുന്നോ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി മൊഹീദ്ദീൻ സേഖ് റളിയല്ലാഹു അൻഹു അടിക്ക് നോക്കി, താഴോട്ട് നെഞ്ഞിലേക്ക് നോക്കുമ്പോൾ നെഞ്ഞിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകാശം പുറപ്പെടുന്നു. ആ പ്രകാശം ഈ 100 പണ്ഡിതന്മാരെ നെഞ്ഞിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നു. പോവളോടുകൂടി 100 ആളെ ചോദ്യവും എല്ലാവർക്കും മറന്നുപോയി. അവരെ ഇൽമെല്ലാം അവിടെ ഇല്ലാണ്ടായിപ്പോയി, മാഞ്ഞിപ്പോയി. ഒന്നും ഓർമ്മ വരുന്നില്ല, ഒരു ചോദ്യം ഓർമ്മ വരുന്നില്ല, ഒരു മസ്അല ഓർമ്മ വരുന്നില്ല, എന്താണ് കേൾക്കുന്നതെന്ന് വിവരമില്ല. പഠിച്ച ഇൽമെല്ലാം ആ പ്രകാശം ഇങ്ങനെ ഓരോരുത്തന്റെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് പോയപ്പോൾ ആ ഇൽമ് ഊരപ്പെട്ടു. ആ 100 പണ്ഡിതന്മാർ ഇവിടെ കരയാൻ തുടങ്ങി, അട്ടഹസിക്കാൻ തുടങ്ങി. യാ വൈലാ, ഞങ്ങളുടെ നാശമേ, ഈ പണ്ഡിതനെ പരിശോധിക്കാൻ വന്നതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഇൽമ് അല്ലാഹു നീക്കപ്പെട്ടല്ലോ എന്ന് കരയുന്ന സന്ദർഭത്തിൽ അതാ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ സൈഖ് റളിയല്ലാഹു അൻഹു ഓരോരുത്തരും അരികിലേക്ക് വിളിക്കുന്നു. അരികിലേക്ക് വിളിച്ചൊന്ന് കോർത്ത് പിടിക്കുന്നു, നെഞ്ഞോട് ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ നഷ്ടപ്പെട്ട ഇൽമ് എല്ലാം തിരിച്ചു വന്നു.
എല്ലാം ഓർമ്മ വന്നതിന് ശേഷം അവർ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വന്നത് എന്നെ പരിശോധിക്കാൻ വേണ്ടിയല്ല. 100 ആള് 100 മസ്അല കരുതിയിട്ടല്ലേ വന്നത് എങ്കിൽ ആ ഫസ്റ്റിരിക്കുന്ന ആള് അയാള് ഇന്ന മസ്അലയാണ് ചോദിക്കാൻ വേണ്ടി വന്നത്. അതിന്റെ ജവാബ് ഇന്നതാണ്. അതിന് ഇപ്പുറത്തുള്ള ആള് ഇന്ന മസ്അലയാണ് ചോദിക്കാൻ വന്നത്. അതിന്റെ ജവാബ് ഇന്നതാണ്. 100 ആളെ ചോദ്യം മൂപ്പരെ പറയുന്നു, ജവാബും മൂപ്പരെ പറയുന്നു. അതാണ് പറയുന്നത്. ഞാൻ സാധാരണ മുഹ്യിദ്ദീന്മാരിൽ പാടുന്നത്, കുപ്പി ആഗത്തുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങളെ കൽബാകമെന്നോ. ഓരോ മനുഷ്യന്മാരെ ആലിമ്യങ്ങളുടെ ഹൃദയത്തിലുള്ള ആ വസ്തു കുപ്പിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന വസ്തു പോലെ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കാണുന്നു. ചോദ്യം ഇന്നതാണ്, മറുപടി ഇന്നതാണ് എന്ന് പറയുന്നു. ഇങ്ങനെ അത്ഭുതം സൃഷ്ടിച്ച ഒരു കറാമത്തിന്റെ ഉടമസ്ഥനാണ്. ആ അത്ഭുതങ്ങളെ കൊണ്ട് ദീനി പ്രബോധനം ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ ആദരിക്കലും ബഹുമാനിക്കലും അവരെ മദ്ഹ് പറയലും അവർ മദ്ഹ് പറയുന്ന മജ്ലിസിൽ പോയിട്ട് ഇരിക്കലെല്ലാം അതെല്ലാം ബർക്കത്തുള്ളതാണ്, നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്, ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്തു ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.